കോൺസ്റ്റബിൾ തള്ളിക്കോളൂ. ആദ്യം അങ്ങ് ചിന്തിക്കേണ്ടത് ഇത് പറയുന്നവരുടെ ഇന്റൻഷൻ, ഉദ്ദേശവും കൂടിയാണ്. ആ ഉദ്ദേശം എന്താ തിരിച്ചറിയാൻ. ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. തീർച്ചയായും സമാധി പോലുള്ള ഒരു കാര്യം, ഒരുപാട് തരം സമാധികളെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. ഒരുപാട് തരം അത്തരം സങ്കല്പങ്ങളും നമ്മുടെ ഹിന്ദു സമൂഹത്തിലുണ്ട്. ഏത് സ്ഥാപനത്തിനും ചീത്തപ്പേരുണ്ടാക്കാൻ കച്ച കെട്ടി നടക്കുന്ന ചില ചെറ്റകളുണ്ടാവും, ഇവിടെയുണ്ട്. അതാ ഈ അവതാരം. സമാധിയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ അസംപ്രജ്ഞാത സമാധിയാണോ, സവികല്പ സമാധിയാണോ, നിർവികല്പ സമാധി സങ്കല്പങ്ങൾ പോലുള്ള കാര്യങ്ങളാണോ? എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക കുഞ്ഞെ, നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യത്തിൽ. ഹിന്ദു വിശ്വാസങ്ങൾ പൊതുവെ ഇങ്ങനെയാണ്, പല തട്ടിപ്പിനും മറയ്ക്കാൻ വേണ്ടിയുള്ള വഴികളാണ് എന്നൊക്കെ ധ്വനിപ്പിക്കുന്നതൊട്ട് ശരിയല്ല. നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു. അങ്ങനെ ഒരു പരാതി കിട്ടിയെന്ന് പറഞ്ഞ് ഉടനെ വന്നത് കല്ലറ പൊളിക്കലാണോ ചെയ്യേണ്ടത്? ഇദ്ദേഹത്തിന് മറ്റൊരു ആശ്രമം കൂടി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ രണ്ടെണ്ണം പുതുതായിട്ട് ചെയ്യാൻ പോകുന്നു, ഒന്ന് നെടുമങ്ങാട്, ഒന്ന് കാക്കനാട്. അപ്പൊ ഇത് ഏതെങ്കിലും രീതിയിൽ റീസണബിൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട കോടതിയിലേക്ക് പോകട്ടെ. ഞാനെന്താ അതിൽ ചെയ്യാൻ പറ്റുക? ഇതിപ്പോ എനിക്ക് ആരോടെങ്കിലും പറയാൻ പറ്റും? വരുന്നിടത്ത് കാണാം, അത്രയല്ലേ, മറ്റൊന്നും പറയാൻ പറ്റും. അല്ലാതെ ജില്ലാ ഭരണകൂടം പരിപാടി കേട്ടുടനെ വന്നു സമാധിയാണ് എന്നാ പൊളിച്ചു നോക്കാം എന്ന് പറയുന്ന ഒരു അരഗൻസിന്റെ ആവശ്യമുണ്ട്. വെറുതെ അല്ലെങ്കിൽ പ്രാന്താറിനെ ജമ്മ നിങ്ങൾ നന്നാവില്ല. അദ്ദേഹത്തിന്റെ നഷ്ടം തുടങ്ങിയ കാര്യമല്ലോ, അദ്ദേഹം മരിച്ചിട്ടില്ലെന്നല്ലേ ഇവര് വിശ്വസിക്കുന്നത്. മരണമല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. അവന്റെ വിദ്യാഭ്യാസ കുറവുണ്ടാവും, അങ്ങനെ പറഞ്ഞു. അതുകൊണ്ടല്ല, ഞാൻ കൊളോക്കിലായിട്ട് പറഞ്ഞതാ. എങ്ങനെ ഇത് സോൾവ് ചെയ്യാം? ജില്ലാ ഭരണകൂടം വളരെ സിമ്പിൾ ആണ്. ഈ മൃതദേഹ പരിശോധന അനുവദിക്കണം. 2 ദിവസമായി അത് തടഞ്ഞു. പിന്നെ ഭീഷണിയുടെ സ്വരം അതെന്നോട് വേണ്ട. ഏത് വിശ്വാസികളെ മാറ്റി നിങ്ങളുടെ സയന്റിഫിക് ടെമ്പർ വിജയിച്ചു എന്ന് കാണിക്കണം. അതിനുവേണ്ടിയല്ലേ ഇതെല്ലാം ചെയ്തത്. എന്റെ മോൻ പോയി തൂങ്ങിച്ചത്. ഇതിനേക്കാൾ വലിയൊരു സഹായം അച്ഛന് ചെയ്യാൻ പറ്റില്ല. പിടിച്ചേ. അഭിലാഷ് ഒരു സൊല്യൂഷന് വേണ്ടിയാണ് ശ്രമിക്കേണ്ടത്. സൊല്യൂഷൻ ഇതാണ്. ഒരു സൊല്യൂഷൻ അന്വേഷണവും പരിശോധനയും തടസ്സപ്പെടുത്താതിരിക്കുക. എന്നെ തൊട്ടാൽ ഈ കോലാലംപൂരി എരിയും. ഓം ഗ്ലാനിർ ഭവതി ഭാരത്. കാരണം അവരുടെ അച്ഛനല്ലേ, അവരുടെ ഭർത്താവല്ലേ, അവർക്ക് വൈകാരികത കാണില്ലേ? കൊടുങ്കാറ്റിൽ ആന മാറിപ്പോയപ്പോഴും അവന്റെ അമ്മായപ്പന്റെ കോണവും മാറിയ കഥ. അതപ്പോ ഇദ്ദേഹത്തെ കല്ലറയിൽ അടച്ചു. കല്ലറയിൽ അടയ്ക്കുമ്പോൾ ചിലപ്പോൾ ജീവൻ ഉണ്ടായിരുന്നെങ്കിലോ, ഇപ്പോഴും ജീവൻ ഉണ്ടെങ്കിലോ തുറക്കാൻ സമ്മതിക്കണ്ടേ? എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. അവര് വിശ്വസിക്കുന്നത് പോലെ ശരിയാണെങ്കിൽ അദ്ദേഹം സമാധിയിൽ ഇരിക്കുന്നു, അതിനൊരു സാങ്ക്ടിറ്റി ഉണ്ട്. എലിവിഷം വേണ്ട, ഏൽക്കില്ല. നല്ല പന്നിപ്പടക്കം വാങ്ങിക്കുക, ഈ സാധനത്തിന്റെ വായിലിട്ട് പൊട്ടിക്കുക, കൊല്ലുക.